കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ബിരുദന്മാരാണ് CPM-കാർ. കാരണം 2026 UDF-ന്റെ പ്രതീക്ഷയിൽ ഒരല്പം മങ്ങലേറ്റിട്ടുണ്ട്. ഈ അവസരത്തിൽ ഘടകകക്ഷികളെ തൂക്കാനിറങ്ങിയിരിക്കുകയാണ് CPM. എന്തായാലും 3ാം വട്ടം ഭരണം ഉറപ്പിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതിനകത്തുള്ളത്. 10 വർഷമായിട്ട് UDF-ഉം ആ ഘടകകക്ഷികളൊക്കെ തന്നെ അധികാരമില്ലാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അത് ഇനി ഒരിക്കൽ കൂടി അതിന് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആലോചിക്കാൻ കൂടെ കഴിയത്തില്ല. അങ്ങനെ നിൽക്കുകയാണ് ഘടകകക്ഷികൾ. ഘടകകക്ഷികളെന്നൊക്കെ പറഞ്ഞാൽ അധികാരമില്ലെങ്കിൽ പിന്നെ ആ കക്ഷികളൊന്നും ഇല്ല എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, LDF-ലായാലും UDF-ലായാലും ഈ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള ഘടകകക്ഷികളുണ്ട്. ഇപ്പം രാമേന്ദ്രൻ കടന്നപ്പള്ളി, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഗണേഷ് കുമാർ കൂട്ടണ്ട, അത് ഒറ്റയാനാണെങ്കിലും ഒരൊറ്റയാൻ തന്നെ ആണത്. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു, ഇങ്ങനെയൊക്കെയുള്ള കോവൂർ കുഞ്ഞുമോൻ. UDF-ലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് CMB, ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു UDF-ലെ ഒരു ഘടകകക്ഷിയാണ് RSP. RSP എന്ന് പറഞ്ഞാൽ അത് RSP ആയാലും ഫോർവേഡ് ബ്ലോക്ക് ആയാലും CMB ആയാലും ഇവർക്കൊക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ശരിക്കും ഇടതുപക്ഷത്ത് നിൽക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് പല കാരണങ്ങളാൽ ഇങ്ങോട്ടേക്ക് പോരുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതില് RSP എന്ന് പറയുന്നത് അതും ഇടതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്നതാണ്. RSPക്ക് വലിയൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ഇന്ന് കാണുന്ന RSP ഒന്നും അല്ല. ഇന്നൊക്കെ നമ്മൾ പരിഹസിച്ച് പറയും ചവറ മുതൽ ചവറ വരെ. അതാണ് അങ്ങനെ അവിടെ മാത്രം നിൽക്കുന്നതാണ് RSP എന്ന്. പണ്ട് കാലങ്ങളിലെ ആരൊക്കെ വമ്പന്മാര്, ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ, TK ദിവാകരൻ, RS ഉണ്ണി, അങ്ങനെ നീണ്ടു പോവുകയാണ് ആ നിര. പിന്നീട് വന്ന് അത് ബാബു ദിവാകരന്, NK പ്രേമചന്ദ്രന്, ഷിബു ബേബി ജോൺ, അസീസ് എന്നിവരിലേക്ക് മാത്രമായിരിക്കുകയാണ്. ഈ പാർട്ടിക്ക് 2016 മുതൽ ഇങ്ങോട്ട് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. ഈ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതെ വരുന്ന അവസരത്തിൽ എന്തു പറ്റും? ആ പാർട്ടിക്ക് അടിത്തറ തന്നെ ഇളകുമെന്നുള്ളതാണ്. ആ പാർട്ടിയുടെ അടിത്തറ പല വിധത്തിലായി പോകും, ക്ഷയിച്ചു പോകും, ഛിന്ന ഭിന്നമായി പോകും. അങ്ങനെ RSPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചവറ മുതൽ ചവറ വരെ ആയി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്നപ്പം NK പ്രേമചന്ദ്രനാണ് RSPയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. MP ആണ്, കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ. 2014-ലും 2019-ലും 2024-ലുമായിട്ടും അദ്ദേഹം MP ആണ്. MP എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയ തിളക്കമാർന്ന വിജയം, മികച്ച പാർലമെന്റേറിയൻ. നരേന്ദ്രമോദിക്ക് പോലും അദ്ദേഹവുമായിട്ട് അടുത്ത സൗഹൃദം. നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോലും കാതോർത്തിരിക്കാറുണ്ട്. അങ്ങനെ മികച്ച പാർലമെന്റേറിയന്മാരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. കേരളത്തിൽ നിന്ന് വളരെ അപൂർവമാണ്. പണ്ട് KP ഉണ്ണികൃഷ്ണനും പിന്നീട് ഡോക്ടർ നീലലോഹിതദാസൻ നാടാര്, സുരേഷ് കുറുപ്പ്, ഇവരൊക്കെ മികച്ച പാർലമെന്റേറിയന്മാരായിരുന്നു. നീലലോഹിതദാസൻ നാടാർക്ക് പിന്നെ ഹിന്ദിയൊക്കെ നന്നായിട്ട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയന്മാരായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ KP ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ആ ഗണത്തിലേക്ക് വരുന്ന ഒരാളാണ് ഈ NK പ്രേമചന്ദ്രൻ. അപ്പൊ NK പ്രേമചന്ദ്രന്റെ ഒരു പേരിൽ മാത്രമാണ് ഇപ്പോൾ RSP നിലനിൽക്കുന്നത്. 2016 ചവറയില് CPM-ന്റെ സ്വതന്ത്രനായിരുന്നു വിജയംപിള്ള. വിജയംപിള്ളയോടെ പരാജയപ്പെട്ടു ഷിബു ബേബി ജോൺ. 2011-2016 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. 2016 ചവറയിൽ പരാജയം. 2021 വന്നിട്ട് വിജയംപിള്ളയുടെ മകൻ സുജിത് വിജയംപിള്ള, ഡോക്ടർ സുജിത് വിജയംപിള്ളയോടും ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു എന്നുള്ളതാണ്.
ഇപ്പോൾ ഇതിനകത്ത് UDF അല്പം പ്രതീക്ഷയോടുകൂടി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ RSP കൊല്ലം സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബേബി ജോൺ. അതുപോലെ തന്നെ NK പ്രേമേന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള താല്പര്യവും പ്രകടിപ്പിക്കുന്നു. എന്തായാലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ NK പ്രേമേന്ദ്രൻ ഇവിടെ എവിടെങ്കിലും നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും NK ഒരു മന്ത്രി തന്നെ ആകും. അത് ഷിബു ബേബി ജോണിനേക്കാളും മുതിർന്ന നേതാവുമാണ്, തലയെടുപ്പുള്ള നേതാവാണ്. അതിനുള്ള സാധ്യത മുഴുവൻ NK പ്രേമേന്ദ്രൻ തന്നെയാണ്. പക്ഷെ RSPക്ക് ഘടകകക്ഷികൾക്ക് ഒരു മന്ത്രിസ്ഥാനമേ കിട്ടുകയുള്ളൂ. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിന് അതിൽ കൂടുതൽ കൊടുക്കും, ലീഗിന് 5ഉം 6ഉം ആകും. പക്ഷെ RSPക്ക് ഒരു മന്ത്രിസ്ഥാനമേ കൊടുക്കൂ, CMPക്ക് ആയാലും ഒരു മന്ത്രിസ്ഥാനം. അപ്പോൾ ഈ സാഹചര്യത്തില് NK പ്രേമേന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് NK പ്രേമേന്ദ്രനുള്ളതായിരിക്കും മന്ത്രിസ്ഥാനം. അപ്പോൾ ഷിബു ബേബി ജോൺ എന്ത് ചെയ്യും? ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളവും മന്ത്രിസ്ഥാനം തന്നെ നോട്ടമിട്ടാണ്. അദ്ദേഹം കൊല്ലം മണ്ഡലം ചോദിക്കാനിരിക്കുകയാണ് കോൺഗ്രസിനോട്. അവിടെ പിന്നെ സിറ്റിംഗ് MLA എന്ന് പറയുന്ന മുകേഷാണ്, വൻ പരാജയത്തിൽ നിൽക്കുകയാണ്. CPMന്റെ അടിത്തറ പോയി കിടക്കുകയാണ് മുകേഷ് കാരണം. അതുകൊണ്ട് അടുത്ത തവണ മുകേഷ് മത്സരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ വലിയ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വരുന്നത് ഡോക്ടർ ചിന്തോ ജെറോമാണ്. അപ്പൊ പിന്നെ വിജയം CPMന് ഉറപ്പിക്കാവല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കോൺഗ്രസിന് ശരിക്കും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് കരുതുന്നുണ്ട് അവര്. 2021 ബിന്ദു കൃഷ്ണ മത്സരിച്ചപ്പോഴും വിജയം ഏതാണ്ട് അടുത്തു വന്നതാണ്. പക്ഷെ കോൺഗ്രസ്സുകാരല്ലേ പരസ്പരം പാരവെച്ച് തകർക്കും. അങ്ങനെ മുകേഷ് ജയിച്ച് വീണ്ടും പോയി. അപ്പോൾ ഇവിടെ കുണ്ടറയിൽ നിന്നൊരു പക്ഷെ PC വിഷ്ണുനാഥ് കൊല്ലം മണ്ഡലത്തിലേക്ക് വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കൊല്ലം ഇവർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ NK പ്രേമേന്ദ്രൻ ഇരവിപുരം മണ്ഡലത്തിലേക്ക് നോട്ടമിടുന്നുണ്ട്. ഇരവിപുരം ആയാലും ചവറ ആയാലും വിജയസാധ്യത തന്നെ ഉണ്ട്. ഇരവിപുരത്ത് ഇപ്പോൾ പിന്നെ CPM MLA ആണ്. നായർ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് NK പ്രേമേന്ദ്രൻ അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ പാർട്ടിയുടെ അടിത്തറയിൽ ഇളക്കം തട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഷിബു ബേബി ജോൺ ഇപ്പോൾ കൊല്ലം ആവശ്യപ്പെട്ട് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ NK പ്രേമേന്ദ്രൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. ഇത് മനസ്സിലാക്കുന്നുണ്ട് CPM. അതുകൊണ്ട് ഷിബു ബേബി ജോണിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, കൊല്ലം മണ്ഡലം കൊടുക്കാനും തയ്യാറാണ്. CPMൽ അവിടെ ഇപ്പോൾ പിന്നെ മുകേഷാണല്ലോ. അപ്പൊ CPM ചിലപ്പോൾ RSPക്ക് വേണ്ടി കൈവിടും. കൊല്ലം പാർലമെന്റ് മണ്ഡലം RSPയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് NK പ്രേമേന്ദ്രൻ 2014 AKG സെന്ററിൽ നിന്ന് പിണറായിയുമായിട്ട് കൊമ്പ് കോർത്ത് ഇറങ്ങിപ്പോന്നത്. UDF കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവിടെ വിജയിച്ചത്. MA ബേബി അവിടെ പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചു. പിണറായിക്ക് വളരെ ഉണ്ട് ഇപ്പോഴും പ്രേമേന്ദ്രനോട്. പരനാറി എന്നല്ലേ അവിടെ ചെന്ന് പ്രസംഗിച്ചത്. അത് ബേബിയെ കൊള്ളിച്ചാണ്. 2019 പറഞ്ഞു എന്ന് പരനാറി എന്നും പരനാറിയായിരിക്കുമെന്ന്. NK പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. 2024 എത്തിയപ്പോഴും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റുകളും UDFന്റെ കയ്യിൽ സുരക്ഷിതമാണ് NK പ്രേമേന്ദ്രനിലൂടെ. ഈ NK പ്രേമേന്ദ്രനെ ഒരിക്കലും LDFൽ CPMന് നോട്ടമില്ല. CPMന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. NK പ്രേമേന്ദ്രന് CPMനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഇത് RSPയിൽ ഒരു പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ഷിബു ബേബി ജോണിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് CPM നടത്തുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വരുമ്പോൾ ഷിബു ബേബി ജോൺ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യാം എന്നാണ്. 2014 NK പ്രേമേന്ദ്രൻ LDF വിട്ട് വന്ന് UDFൽ വരികയും പിന്നീട് ഷിബു ബേബി ജോൺ RSPയുമായിട്ട് ഒന്നായി തീരുകയുമാണ് ചെയ്തത്. ഇനിയിപ്പോൾ CPM കാരണം ഒന്നുകൂടെ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നിട്ട് കൊല്ലം മണ്ഡലം ഷിബു ബേബി ജോണിന് കൊടുക്കുകയും ചെയ്യുന്നു.
ആ തരത്തിൽ അത് കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിളർപ്പും ഉണ്ടാക്കും. അപ്പൊ ആ പിളർപ്പ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കാരണക്കാർ CPM തന്നെ ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.